ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്ബയിൽ 23ാമത് വാർഷികാഘോഷവും രക്ഷകർതൃ ദിനവും നടന്നു. സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ബി സജീവ് സ്വാഗതം ആശംസിച്ചു. ദൈവനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് തന്ന വസ്തുവിൽ ഒരു ചെറിയ ഷെഡ് കെട്ടി ഭിന്നശേഷിക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ ആരംഭിച്ചതായ സ്ഥാപനമാണ് മിസ്പ. ഞാൻ ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ കായംകുളം പട്ടണത്തിൽ എല്ലാ നിലകളിലും ഉന്നതമായ കാര്യങ്ങളുണ്ടായിരുന്നു. താപവൈദ്യുത നിലയം, ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. എന്നാൽ ഭിന്നശേഷിക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം കൂടെ ഇല്ലായിരുന്നു. അവരെ എല്ലാവരും അവഗണിച്ച് കിടന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവരെ പരിപാലിക്കുവാൻ ആരുമില്ലായിരുന്നു. സ്വയംപ്രാപ്തി ഇല്ലാത്തതായ അവരെ ആരും ദയോടുകൂടി കണ്ടിരുന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു പ്രത്യേക നിയോഗം ഉണ്ടാകുകയും ഈ സ്ഥാപനം ആരംഭിച്ചു. വാർഡംഗം ബാബുജി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പൽ ശോഭ സതീഷ് അവതരിപ്പിച്ചു. സജി അവർ ഈ സ്കൂൾ സ്ഥാപിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ 2 മക്കളും ഭിന്നശേഷിക്കാരാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് സമൂഹത്തിൽ അതുപോലെ ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ കരുതേണ്ടതിന്റെ ആ ഒരു ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിന്റെ ആഴം അദ്ദേഹം മനസ്സിലാക്കുന്നത്. എല്ലാവരും അത് ചെയ്യുന്നില്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം ആ കുഞ്ഞുങ്ങളെയും അതോടൊപ്പം ഈ സമൂഹത്തിലെ അവരെ പോലെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ ചേർത്ത് നിർത്തുന്നതിന് ഇത്തരത്തിലൊരു ചെറിയൊരു ഷെഡിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മഹത്തായ ഒരു സംവിധാനമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വാർഷിക പൊതുയോഗം, മെഡിക്കൽ സഹായം, വിദ്യാഭ്യാസ സഹായം, പ്രായമുള്ളവരെ ആദരിക്കുക, അരി വിതരണം തുടങ്ങിയ ചാരിറ്റി എന്നിവയുടെ ഉദ്ഘാടനം ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയദാളി MV നിർവഹിച്ചു. മെഡിക്കൽ സഹായം പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ നിർവഹിച്ചു. 8 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മിസ്പ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത മുട്ടാണിക്കലും ബാംഗ്ലൂർ മൈ ഹോപ്പ് ഇന്ത്യ അംഗം ഷെറിയും വിതരണം ചെയ്തു. 225-ൽ പരം കുടുംബങ്ങൾക്കുള്ള അരി വിതരണം കായംകുളം മുനിസിപ്പാലിറ്റി കൗൺസിലർ കേശുനാഥ് നിർവഹിച്ചു. ഡോക്ടർ മൈക്ക് കേറ്റിംഗ് ഓസ്ട്രേലിയ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് ചെയർപേഴ്സൺ അംബിക അജിത് മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചു. സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അധ്യാപകരെയും കായംകുളത്ത് പെന്തക്കോസ്ത് മേഖലയിൽ നിന്നും ആദ്യമായി വാർഡ് കൗൺസിലറായ ബാബുജിയെയും ചടങ്ങിൽ ആദരിച്ചു. ആശിഷ് വി ബേബി, സരസൻ സി നായർ, ഷാജി കെ തോമസ്, പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മിസ്പ സ്റ്റാഫ് സെക്രട്ടറി ശ്രീലത അജിത് നന്ദി രേഖപ്പെടുത്തി. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഡാൻസ് സ്റ്റുഡിയോയുടെ നൃത്യങ്ങളും മിസ്പ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.